കടൽ അതെപ്പോഴും ശാന്തമല്ല. നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ രഹസ്യങ്ങൾ ആ ആഴങ്ങളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. അതിലൊന്നാണ് MV ജോയിറ്റ എന്ന കപ്പലിന്റെ കഥ. 1955 25 യാത്രക്കാരുമായി യാത്ര തിരിച്ച ഒരു കപ്പൽ. നടുകടലിൽ വെച്ച് ആ കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഒന്നടങ്കം അപ്രത്യക്ഷമായി. കപ്പൽ കണ്ടെത്തിയപ്പോൾ അതിനുള്ളിലെ കാഴ്ചകൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു? കടൽ കൊള്ളക്കാരാണോ അതോ മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തികളാണോ അവരെ കൊണ്ടുപോയത്? മിസ്റ്ററി ഫയൽസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തിരയുന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ആ വലിയ കടൽ രഹസ്യത്തിന് പിന്നിലെ സത്യങ്ങളാണ്. സ്വാഗതം മിസ്റ്ററി ഫയൽസിലേക്ക്. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലാണ് 70 അടി നീളമുള്ള ഈ ലക്ഷറി യാട്ട് നിർമ്മിക്കപ്പെട്ടത്. പ്രശസ്ത ഹോളിവുഡ് സംവിധായകനായിരുന്ന റോളൻ വെസ്റ്റ് ആയിരുന്നു ഇതിന്റെ ആദ്യ ഉടമ. തന്റെ ഭാര്യ ജുവൽ കാർമന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഈ കപ്പലിന് ജോയിറ്റ എന്ന് പേരിട്ടു. സ്പാനിഷ് ഭാഷയിൽ ഇതിനർത്ഥം ലിറ്റിൽ ജുവൽ എന്നാണ്, അതായത് ചെറിയ രത്നം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹവായ് തീരങ്ങളിൽ പെട്രോളിങ്ങിനായി ഈ കപ്പൽ ഉപയോഗിച്ചിരുന്നു. യുദ്ധത്തിന് ശേഷം ഇതൊരു ഫിഷിംഗ് ബോട്ടായി മാറി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേവദാരു മരങ്ങൾ കൊണ്ടാണ് ഇതിന്റെ പുറംഭാഗം നിർമ്മിച്ചിരുന്നത്. കൂടാതെ കപ്പലിനുള്ളിൽ വലിയ തോതിൽ കോർക്ക് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തേക്കാൾ ഭാരം കുറഞ്ഞ ഈ കപ്പൽ എന്ത് സംഭവിച്ചാലും കടലിൽ മുങ്ങിപ്പോകില്ല എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ടായിരുന്നു. 1955 ഒക്ടോബർ 3 സമോവയിലെ ആപ്പിയയിൽ നിന്നും ടൊക്കാലാവു ദ്വീപുകളിലേക്ക് ജോയിറ്റ യാത്ര തിരിച്ചു. ഏകദേശം 430 കിലോമീറ്റർ ദൂരമായിരുന്നു ആ യാത്ര. കപ്പലിൽ 16 ജീവനക്കാരും 9 യാത്രക്കാരുമടക്കം ആകെ 25 പേർ. മെഡിക്കൽ ഉപകരണങ്ങളും നിർമ്മാണ സാമഗ്രികളുമായിരുന്നു കപ്പലിലെ പ്രധാന ചരക്കുകൾ. യാത്ര തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് കപ്പലിന്റെ 2 എഞ്ചിനുകളിലൊന്ന് തകരാറിലായി. എങ്കിലും ദൂരം കുറവായതിനാലും കാലാവസ്ഥ അനുകൂലമായതിനാലും ഒരു എഞ്ചിൻ വെച്ച് തന്നെ യാത്ര തുടരാൻ അവർ തീരുമാനിച്ചു. പരമാവധി 48 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു അവർ. യാത്ര പുറപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ജോയിറ്റ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. കപ്പലിൽ നിന്നും യാതൊരുവിധ അപായ സന്ദേശങ്ങളും ആർക്കും ലഭിച്ചതുമില്ല. തുടർന്ന് ന്യൂസിലാൻഡ് എയർഫോഴ്സിന്റെ വിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ വമ്പിച്ച തിരച്ചിൽ നടത്തി. ഏകദേശം 1 വാരത്തോളം ആ വലിയ സമുദ്രപ്പരപ്പിൽ അവർ അരിച്ചുപിറക്കി. പക്ഷേ ജോയിറ്റയുടെ ഒരു അടയാളം പോലും കണ്ടെത്താനായില്ല. ആ 25 മനുഷ്യരും ആ വലിയ കപ്പലും എങ്ങോ മാഞ്ഞു പോയതുപോലെയായിരുന്നു. ഒരു വൻ ദുരന്തം സംഭവിച്ചുവെന്ന് എല്ലാവരും ഉറപ്പിച്ചു. അങ്ങനെ 5 ആഴ്ചകൾ കടന്നുപോയി. നവംബർ 10 തുവാലു എന്നൊരു ചരക്ക് കപ്പൽ യാത്രക്കിടയിൽ കടലിൽ ഒരു കപ്പൽ ഒഴുകി നടക്കുന്നത് കണ്ടു. എത്ര വിളിച്ചിട്ടും പ്രതികരണമില്ലാതായതോടെ അവർ കപ്പലിനടുത്തേക്ക് ചെന്നു. അതായിരുന്നു അപ്രത്യക്ഷമായ MV ജോയിറ്റ. കപ്പലിന്റെ ഉൾഭാഗം പരിശോധിച്ചവർ ഭയന്നുപോയി. കപ്പലിൽ ഒരാൾ പോലുമില്ല. പക്ഷേ കപ്പലിലെ കാഴ്ചകൾ എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ നടന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. കപ്പലിന്റെ മുകൾ ഭാഗത്തെ ചില മുറികളിലെ ഗ്ലാസുകൾ തകർന്നിരുന്നു. കപ്പലിന്റെ ഡെക്കിൽ പരിശോധിച്ചപ്പോൾ രക്തം പുരണ്ട ബാൻഡേജുകളും ഒരു ഡോക്ടറുടെ മെഡിക്കൽ ബാഗും തുറന്ന നിലയിൽ കണ്ടെത്തി. അതിനുള്ളിൽ രക്തം പുരണ്ട തുണികളും ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 4 ടണ്ണോളം ചരക്കുകൾ കാണാനില്ലായിരുന്നു. പക്ഷേ യാത്രക്കാരുടെ പണമോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. കപ്പലിലെ വിചിത്രമായ മറ്റൊരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്ലോക്കുകളും കൃത്യം രാത്രി 10:25 നിന്നുപോയിരുന്നു എന്നതാണ്. ചിലപ്പോൾ കപ്പലിലെ വെള്ളം കയറിയപ്പോൾ എഞ്ചിൻ ഓഫായ സമയമായിരിക്കാം അത്. റേഡിയോ സെറ്റ് ചെയ്തിരുന്നത് അന്താരാഷ്ട്ര അപായ സിഗ്നലായ മെയ്ഡേ ഫ്രീക്വൻസിയിലായിരുന്നു.
പക്ഷേ റേഡിയോയ്ക്ക് തകരാറുള്ളതിനാൽ ആർക്കും സന്ദേശങ്ങൾ അയക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കൂടുതൽ പരിശോധനയിൽ കപ്പലിലെ ഒരു പൈപ്പ് തുരുമ്പെടുത്ത് ഓട്ട വീണതായി കണ്ടെത്തി. അതിലൂടെ കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ടായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ കപ്പൽ മുങ്ങാൻ പോകുകയാണെന്ന പരിഭ്രാന്തിയിൽ ആരോ എടുത്ത തീരുമാനമായിരിക്കാം ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെടുക എന്നത്. പക്ഷേ എന്തിനായിരുന്നു ആ തീരുമാനം? ഇവിടെയാണ് ഈ മിസ്റ്ററി മുറുകുന്നത്. ജോയിറ്റ ഒരിക്കലും മുങ്ങാത്ത ഒരു കപ്പലായിരുന്നു. 5 ആഴ്ചകൾക്ക് ശേഷവും അത് സുരക്ഷിതമായി കടലിൽ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. കപ്പലിലെ ക്യാപ്റ്റന് ഇക്കാര്യം അറിയാമായിരുന്നിട്ടും എന്തിനായിരിക്കും അവർ ആ സുരക്ഷിതമായ കപ്പൽ ഉപേക്ഷിച്ച് കടലിലേക്ക് ഇറങ്ങിയത്? അവർ കടക്കൊള്ളക്കാരാൽ കൊല്ലപ്പെട്ടതാണോ? അതോ കപ്പലിനുള്ളിൽ എന്തെങ്കിലും വഴക്ക് നടന്നോ? രക്തം പുരണ്ട ബാൻഡേജുകൾ ഉണ്ടെങ്കിലും അവിടെ മൽപ്പിടുത്തം നടന്നതിന് മറ്റ് അടയാളങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ലക്ഷ്യസ്ഥാനത്തിന് വെറും 50 മൈൽ അകലെ വെച്ച് ആ 25 മനുഷ്യർ എങ്ങോട്ട് പോയി? ഇന്നും ഒരു ലൈഫ് ബോട്ടോ ഒരു മനുഷ്യന്റെ അടയാളമോ സമുദ്രം നമുക്ക് വിട്ടു തന്നിട്ടുമില്ല. MV ജോയിറ്റയിലെ ആ 25 പേർ വെറും ഓർമ്മകളായി മാത്രം അവശേഷിക്കുന്നു. കടൽക്കൊള്ളക്കാരാണോ അതോ മറ്റെന്തെങ്കിലും അമാനുഷിക ശക്തികളാണോ ഇതിനു പിന്നിൽ? കപ്പലിന്റെ ക്യാപ്റ്റൻ മില്ലർക്ക് എന്ത് സംഭവിച്ചു? ഇന്നും MV ജോയിറ്റ ഉത്തരം കിട്ടാത്ത ചോദ്യമായി സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അവശേഷിക്കുന്നു. ഈ നിഗൂഢതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ മിസ്റ്ററി ഫയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.